ശ്രീമതി ധന്യ മേനോൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സൈബർ ക്രൈം എക്സ്പേർട്ടാണ് ധന്യ മേനോൻ. ധന്യ മേനോൻ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത് വലിയ രീതിയിലുള്ള ജാതി അധിക്ഷേപം യുവാവ് നേരിട്ടിട്ടുണ്ട്. മറ്റ് വിദ്യാർത്ഥികൾ ഇന്ന് പറയുന്നത് ഒട്ടും സംശയിക്കേണ്ട ഈ പറയുന്ന കാര്യങ്ങളിൽ, കാരണം ഞങ്ങൾക്കും ആ അനുഭവം ഉണ്ട് എന്നതാണ്. അതും ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രണ്ടും രണ്ടാണ്. എങ്കിൽ പോലും ഇങ്ങനെ ഒരു ലോൺ എടുത്തിട്ടുണ്ട്. അത് വീട്ടിൽ അറിഞ്ഞുകൊണ്ടെടുത്തതാണ്. അമ്മയുടെ അസുഖത്തിന് ചികിത്സയ്ക്ക് വേണ്ടി എടുത്തതാണ്. പഠനത്തിന് വേണ്ടി കരുതിയിരുന്ന പൈസ അവിടെ കൊടുത്തു. അതിന് പിന്നീട് പഠന ആവശ്യങ്ങൾക്കായിട്ടാണ് ഈ ആപ്പിലൂടെ പണമെടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ സമ്മർദ്ദമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നു. ആ കാര്യങ്ങളും അന്വേഷിക്കും എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. അപ്പോൾ അതിൽ അന്വേഷണം നടക്കട്ടെ. നമുക്കറിയാം, ഒരുപാട് തവണകളിലായി നമ്മൾ ഈ ലോൺ ആപ്പും പറ്റിപ്പും സൈബർ തട്ടിപ്പും ഒക്കെ കേട്ടിട്ടുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത്? ഒരു വിദ്യാർത്ഥി 14,000 രൂപ എടുക്കുകയാണ്. അതിൽ ടീച്ചർക്ക് കോള് പോവുകയാണ്. ടീച്ചറുടെ പേര് ലതയെന്നാണ്. ആ നിതിൻ്റെ അമ്മയുടെ പേര് ലതയെന്നാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ടീച്ചറെ കൊടുക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തു എന്നൊക്കെയുള്ള സംശയങ്ങൾ, അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ആക്ച്വലി ഈ ഒരു കേസിനകത്ത് എന്താണ് ആക്ച്വലി ദ റീസൺ ഫോർ ദിസ് ബോയ് ടേക്കിംഗ് ഹിസ് ലൈഫ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കിപ്പോ പറയാൻ ടു ഏർലി ആണ്. എല്ലാം അസംഷൻസും എല്ലാം പ്രിസംഷൻസും ആണ്. ബട്ട് ഈ ലോൺ ആപ്പിന്റെ ഒരു ഇഷ്യൂ നമ്മൾ പലവട്ടം സംസാരിച്ചിട്ടുള്ളത് തന്നെയാണ്. ഈ ലോൺ ആപ്പിൽ ലോൺ എടുത്തു കഴിയുമ്പോൾ കാണിക്കുന്ന ഒരു നാച്ചുറൽ അതിന്റെ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാനൊരു ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ എടുക്കാൻ വേണ്ടി എൻ്റെ ഫോണിലേക്ക് ഒരു ലിങ്ക് അയക്കും. ആ ലിങ്ക് അല്ലെങ്കിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എൻ്റെ ഫോൺ കോംപ്രമൈസ്ഡ് ആവും. എൻ്റെ ഫോണിലെ എൻ്റെ കോൺടാക്റ്റുകളെല്ലാം അവർക്ക് കിട്ടുകയാണ് ഓൾറെഡി. അപ്പോൾ ആ ലോൺ തിരിച്ചടച്ചിട്ടില്ല എന്നുള്ള പേരിൽ കോൺടാക്ട് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും എൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ആൾക്കാരെ ആയിരിക്കും. അതിപ്പോ പേര് അല്ലെങ്കിൽ പേര് മാച്ച് ചെയ്തുകൊണ്ടായിരിക്കാം ടീച്ചറെ കോൺടാക്ട് ചെയ്തത്. കാരണം ആ KYC കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ പല ID കാർഡ്സ് കൊടുത്തതിൽ അമ്മയുടെ പേര് കണ്ടിട്ടുണ്ടാവാം, ടീച്ചറുടെ പേര് മാച്ച് ചെയ്ത് വന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെ 14,000 റുപ്പീസ് ലോൺ എടുത്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഓഫീസിൽ ആക്ച്വലി 3,000 റുപ്യ ലോണ് എടുത്തിട്ട് ഇതിനും അപ്പുറമായിട്ടുള്ള ഇഷ്യൂസ് വന്ന് അങ്ങേയറ്റം പോയിട്ടുള്ള കേസസ് അടക്കം നമ്മുടെ ഓഫീസിൽ വന്നിട്ടുണ്ട്. അതിന്റെ പരാതികളും അതിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ഓഫീസിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു പോസിബിലിറ്റിയാണ്. സമ്മർദ്ദം എന്ന് പറയുന്നതിന് പോസിബിൾ. കാരണം ബ്ലാക്ക് മെയിൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് എവിഡൻസ് ആ ഫോൺ ചെക്ക് ചെയ്താൽ തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അത് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ടാവും. ആ ഫോൺ ചെക്ക് ചെയ്താൽ ഇതിന്റെ കോൺടാക്ട് ലിസ്റ്റുകൾ, അതിന്റെ ആപ്പിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ബ്ലാക്ക് മെയിൽ മെസ്സേജസ് എല്ലാം കിട്ടും. ഒന്നും അതിനകത്തുനിന്ന് കിട്ടാതിരിക്കുമൊന്നുമില്ല. അപ്പൊ ഇത്തരം ഡീറ്റെയിൽസ് എല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ, പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ, ഇതിന്റെ സത്യാവസ്ഥ തെളിയട്ടെ എന്നുള്ളത് തീർച്ചയായിട്ടും. പക്ഷെ ലോൺ ആപ്പ് ഡെഫിനറ്റ്ലി കോൺട്രിബ്യൂട്ട്സ് ടുവേർഡ്സ് മെന്റൽ പ്രഷർ എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അത് വീട്ടുകാർ അറിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് അറിഞ്ഞിട്ടുണ്ടാവാം, ലോൺ എടുത്തത് അറിഞ്ഞിട്ടുണ്ടാവാം, ബ്ലാക്ക് മെയിൽ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള അറിയില്ല. ഇനി ബ്ലാക്ക് മെയിൽ ഏത് ലെവല് വരെ പോയിട്ടുണ്ടോന്നും നമുക്കറിയില്ല. കാരണം ഫോൺ കോംപ്രമൈസ്ഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോണിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, വരുന്ന മെസ്സേജുകൾ, ഗാലറിയിലെ ഫോട്ടോസ്, വരുന്ന കോൾസ്, ഇതെല്ലാം ഈ പറയുന്ന ആപ്പിന്റെ ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് അത് കോംപ്രമൈസ്ഡ് ആവുക. അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതും ഒക്കെ. അപ്പോ എത്രത്തോളം അതിനകത്തെ ഡേറ്റ വേറൊരാൾക്ക് കിട്ടിയിട്ടുണ്ട്, ആ ഡേറ്റ വെച്ച് എത്രത്തോളം ഓരോരുത്തരെ ഇവർ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ആ ഫോണിലെ ഫോറൻസിക്സ് ചെയ്താൽ മാത്രം കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ അതിന് പിന്നിലുണ്ട് എന്നത് ഒരു പക്ഷേ വിശദമായ പരിശോധനകൾക്ക് ശേഷമേ മനസ്സിലാകൂ എന്ന ഒരു കാര്യമാണ് സൈബർ ക്രൈം എക്സ്പേർട്ട് കൂടിയായ ധന്യ മേനോൻ വ്യക്തമാക്കുന്നത്. ഡോക്ടർ മോഹൻ റോയ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.